സെഫന്യാവ് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള വാക്യങ്ങൾ. സെഫന്യാവ് 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായി ആമോന്റെ മകനായ യോസ്യാവിന്റെ കാലത്ത് ഹിസിക്കിയാവിന്റെ മകനായ അമയാവിന്റെ മകനായ ഗദലാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവിനുണ്ടായ യേഹോയുടെ അരുളപ്പാട്. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയും എന്ന് യേഹോയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പർവ്വജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരുടെ കൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയും എന്ന് യേഹോയുടെ അരുളപ്പാട്. ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്തു നിന്ന് ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരുടെ കൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്ക. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ ഫ്രോക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. അന്നാളിൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറുക്കിയുള്ളൊരു നിലവിളിയും രണ്ടാമത്തെ നഗര അംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്ന് ഒരു തത്തിട നാദവും ഉണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. മാഗേസ് നിവാസികളെ മുറയിടുവിൻ. വ്യാപാരിജനം ഒക്കെ നശിച്ചു പോയല്ലോ. സകല ദ്രവ്യവാഹന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ വിറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവും ആയിത്തീരും. അവർ വീട് പണിയും, പാർക്കയില്ല താനും. അവർ മുന്തിരിത്തോട്ടമുണ്ടാക്കും, വീഞ്ഞു കുടിക്കയില്ല താനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീഷ്ണാഗ്നിക്കിരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവർ ശീഘ്രസംഹാരം വരുത്തും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ. സെഫന്യാവ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പ് ദിവസം പതിർ പോലെ പാറിപ്പോകുന്ന യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതേ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ. നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും. അസോദിനെ അവർ മധ്യാഹ്നത്തിങ്കിൽ നീക്കിക്കളയും. എക്രോന് നിർമൂലനാശം വരും. സമുദ്ര തീരനിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യ ദേശമായ കനാനെ,
യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകുന്നണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങളും തൊഴുത്തുകളും ഉള്ള പുൽപ്പുറങ്ങളായി തീരും. തീരപ്രദേശം യഹൂദാഗൃഹത്തിന്റെ ശേഷിപ്പിന് ആകും. അവർ അവിടെ മേയ്ക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എന്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ സകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത് എന്നാണ്, മോവാബ് സൊദോമെ പോലെയും അമ്മോന്യർ ഗോമോറെ പോലെയും തൂവക്കാടും ഉപ്പുതടമയും ശാശ്വതശൂന്യവും ആയിത്തീരും. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവർ അവരെ കവർച്ച ചെയ്യും. എന്റെ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ അവരുടെ ദേശത്തെ അവകാശമായി പ്രാപിക്കും. ഇത് അവരുടെ അഹങ്കാര നിമിത്തം അവർക്ക് ഭവിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്നെയും അമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ. യഹോവ അവരോട് ഭയങ്കരനായിരിക്കും. അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും. ജാതികളുടെ സകല ദ്വീപുകളും അതാത് സ്ഥലത്ത് നിന്ന് അവനെ നമസ്കരിക്കും. നിങ്ങളോ കൂശരെ എന്റെ വാളിനാ നിഹിതന്മാർ. അവൻ വടക്കോട്ട് കൈ നീട്ടി അശൂരിനെ നശിപ്പിക്കും. നിലവെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കും. അതിന്റെ നടുവിൽ ആട്ടിൻ കൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ പോതികളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. കിളിവാതിക്കൽ പാട്ട് പാടുന്നത് കേട്ടോ. ദേവദാരു പണി പറിച്ചു കളഞ്ഞിരിക്കാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലിസ്വ നഗരം ഇതുതന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പിടവുമായി തീർന്നതെങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂള കുത്തി കൈ കുലുക്കും. ദൈവമേ, സ്തോത്രത്തിനു യോഗ്യമാകുന്നു. മാറിക്കുന്നു. സെഫന്യാവ് 3:1-20 വരെയുള്ള വാക്യങ്ങൾ. മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതും ആയ നഗരത്തിന് അയ്യോ കഷ്ടം. അവൾ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തന്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. അതിനകത്ത് അതിന്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിന്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ. അവർ പ്രഭാതകാലത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അതിന്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരും ആകുന്നു. അതിന്റെ പുരോഹിതന്മാർ വിശുദ്ധമന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. യഹോവ അതിന്റെ മധ്യേ നീതിമാനാകുന്നു. അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ രാവിലെ അവൻ തന്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നു. നീതി കെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ. ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു. അവരുടെ കൊത്തളങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞാൻ അവരുടെ വീഥികളെ ആരും കടന്നു പോകാത്തവണ്ണം ശൂന്യമാക്കി. അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയും ഇല്ലാതെ നശിച്ചിരിക്കുന്നു. നീ എന്നെ ഭയപ്പെട്ട് പ്രബോധനം കൈക്കൊള്ളുക എന്ന് ഞാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അവളെ സന്ദർശിച്ചതുപോലൊക്കെയും അവളുടെ പാർപ്പിടം ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്തു പോന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവ്വഭൂമിയും എന്റെ തീക്ഷ്ണാഗ്നിക്കിരയായി തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായ അധരങ്ങളെ വരുത്തും. കൂസ് നദികളുടെ അക്കനിന്ന് എന്റെ നമസ്കാരികൾ, എന്റെ ചെതറിപ്പോയുള്ള സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അന്നാളിൽ ഞാൻ നിന്റെ മധ്യ നിന്ന് നിന്റെ ഗർവോത്സിതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നുകൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല.
ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, പോഷ്ക് പറയുകയുമില്ല. ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടുമെന്നും സിയോനോട് അധൈര്യപ്പെടുമെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായ നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്തിടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിൽ ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ.